പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശു ഇന്ന് നിങ്ങൾക്കൊരത്ഭുതം ചെയ്യാൻ പോകുന്നു. ആ അത്ഭുതത്തെ നിങ്ങൾ കാണാൻ പോകുന്നു, നേടാൻ പോകുന്നു, അനുഭവിക്കാൻ പോകുന്നു. നിങ്ങൾക്കൊരത്ഭുതം ആവശ്യമല്ലേ? നിങ്ങളുടെ വ്യാധി മാറണം, പ്രശ്നങ്ങളില്ലാതാവണം, ആവശ്യങ്ങൾ നിറവേറണം, കുടുംബത്തിലൊരു മാറ്റമുണ്ടാവണം. അത് നടക്കുമോ എന്ന സ്ഥിതിയിലാണോ ഉള്ളത്? ദൈവം അത്ഭുതം ചെയ്താൽ അത് നടക്കും. അസാധ്യമായതിനെ സാധ്യമാക്കുന്നതാണ് അത്ഭുതം എന്നത്. ദൈവം പറയുന്നത് എന്താണെന്നോ? 103-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ, അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു, പാപം ക്ഷമിച്ച് രോഗത്തെ സൗഖ്യമാക്കുന്നു. ഈ അടുത്ത് ഒരു ദൈവദാസൻ അയാളുടെ അച്ഛൻ്റെ ഒരു സാക്ഷ്യം പറയുകയുണ്ടായി. അയാളൊരു ഹിന്ദു കുടുംബത്തിലേതായിരുന്നു, വളരെ ഭക്തിയുള്ളയാളായിരുന്നു. എന്നാൽ വിവാഹം കഴിച്ചപ്പോൾ സാഹചര്യം കൊണ്ട് ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിയെ വിവാഹം കഴിക്കേണ്ടി വന്നു. അവൾ പ്രാർത്ഥിക്കുമായിരുന്നു, യേശുവിനെ മുറുകെ പിടിച്ചിരുന്നു. പക്ഷേ ഇയാൾക്കതിലൊന്നും വിശ്വാസമില്ല. പക്ഷേ ഒരിക്കലൊരു മാരകരോഗം അയാൾക്ക് ബാധിക്കുകയുണ്ടായി. ആ വ്യാധി കാരണം ബാധിക്കപ്പെട്ട് വല്ലാതെ കഷ്ടപ്പെടുകയുണ്ടായി. സ്വന്തം കുടുംബക്കാര് എത്ര കാലം ഇവനെ ഇനി പരിചരിക്കുമെന്ന പ്രശ്നത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഭാര്യയോടുകൂടെ തനിച്ച് താമസിക്കേണ്ട ഒരു സ്ഥിതിയിലായി. അയാൾ വല്ലാതെ ദുഃഖിച്ചു. എനിക്ക് സമ്പാദിക്കാനും സാധിക്കുന്നില്ല, ശരീരത്തിലും വ്യാധി, ഞാൻ ചെയ്ത പാപമാണ്, പല ആക്രമണങ്ങളും ഞാൻ ചെയ്തു, യേശുവിനെ വെറുത്ത് അത്തരത്തിലുള്ള പാപങ്ങൾ ചെയ്തു കൂട്ടി, അതുകൊണ്ടാണ് ബാധിക്കപ്പെട്ടത്, ഇനി അത്ര തന്നെ. അതിനാൽ അയാൾ എന്താണ് ചെയ്തതെന്നോ? വേദന സഹിക്കാനായില്ല. ഒരു വശത്ത് വ്യാധി, വേറൊരു വശത്ത് വേദന. അതിനാൽ ആത്മഹത്യ ചെയ്തു കളയാം എന്നയാൾ തീരുമാനിച്ചു. അപ്പോൾ ദൈവത്തിന് കുറച്ച് സമയം കൊടുത്തു. അവിടെ അടുത്ത് തന്നെ ഒരു മില്ലുണ്ടായിരുന്നു. മില്ലിലെപ്പോഴും അരമണിക്കൂർ, 1 മണിക്കൂർ കൂടുമ്പോൾ സൈറൻ അടിക്കും. അത് ജോലിക്കാർക്ക് വിശ്രമിക്കാനുള്ള സമയമാണ്. ആ നാട്ടിലുള്ള എല്ലാവർക്കും അത് കേൾക്കാം. അയാൾ പറഞ്ഞു, ആ സൈറന്റെ ശബ്ദം കേൾക്കുമ്പോൾ അതിനുള്ളിൽ എനിക്കൊരത്ഭുതം നടക്കണം, അങ്ങ് യഥാർത്ഥ ദൈവമാണെങ്കിൽ എനിക്കൊരത്ഭുതം ചെയ്യണം എന്ന് അവസാനമായി ദൈവത്തെക്കുറിച്ച് ഒരു പാട്ട് പാടിയത്രേ. അതും വളരെ ഉച്ചത്തിലാണ് പാടിയത്. മുറിയൊക്കെ അടച്ചിട്ടാണ് പാടിയത്. കാരണം കയറ് കെട്ടിയിരുന്നു, തൂങ്ങി മരിക്കണമെന്ന് തീരുമാനിച്ച്. അയാൾ മേൽക്കൂരയിൽ കയറ് കെട്ടി കുടുക്കുമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ദൈവത്തിന് സമയം കൊടുത്തു. ആ സൈറന്റെ ശബ്ദം കേൾക്കുന്നതിന് മുൻപ് നീ എനിക്കൊരത്ഭുതം ചെയ്യണം, എന്നെ വന്ന് കാണണം, ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്ത് മരിക്കും, എനിക്ക് വ്യാധിയും വേദനയും താങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ മനസ്സിലൊരു തീരുമാനമെടുത്ത് പാട്ടുറക്കെ പാടി. ഭാര്യയ്ക്ക് അത് കേട്ടപ്പോൾ സന്തോഷമായി. തന്റെ ഭർത്താവിന്റെ മനസ്സ് മാറി എന്നവൾ കരുതി. എന്നാൽ അയാൾ അവസാനമായിട്ടാണ് പാട്ടുപാടിയെന്ന് അവൾക്കറിയില്ല. പാട്ടുപാടിക്കഴിഞ്ഞു. സൈറന്റെ ശബ്ദം കേൾക്കാനുള്ള സമയമായിക്കൊണ്ടിരിക്കുന്നു. ഇനി ഏകദേശം ഒരു 10 മിനിറ്റ്, 5 മിനിറ്റ് അത്രയേ ഉള്ളൂ എന്ന് ദൈവത്തിന് കൊടുത്ത സമയം കഴിഞ്ഞു. അയാൾ സ്റ്റൂളിന്റെ മുകളിൽ കയറി കഴുത്തില് കുരുക്കിട്ടു. എന്നിട്ട് കാലുകൊണ്ട് ആ സ്റ്റൂള് തട്ടിയിട്ട് തൂങ്ങി. പെട്ടെന്ന് അയാൾ തൂങ്ങി ആ കയറ് പൊട്ടി താഴേക്ക് വീണു. വീണപ്പോൾ ഒരു കൈ അയാളെ തൊട്ടു. ഏതോ ഒരു കൈ അയാളെ താങ്ങി നിർത്തി. എന്നാൽ ആ കൈ മുന്നിലേക്ക് വന്നപ്പോൾ രക്തമൊഴുകുന്ന കൈ, മുറിവേറ്റ് രക്തമൊഴുകുന്ന കൈ. യേശുവാണ് എന്നെ വന്ന് തൊട്ടത്. ആ കൈ തൊട്ടയുടനെ വ്യാധി മാറിപ്പോയി. അപ്പോൾ യേശു ഇതേ വചനം പറഞ്ഞു, നിന്റെ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചു, നിന്റെ വ്യാധി ഞാൻ സൗഖ്യമാക്കി. അതാണ് യേശു അയാളോട് പറഞ്ഞത്. വ്യാധി മാറിപ്പോയി, പൂർണ്ണ സൗഖ്യം. അയാളുടെ കഴുത്തിൽ കുടുക്കിയിരുന്ന ആ കയറ് മുറിഞ്ഞ് അയാൾ താഴേക്ക് വീണില്ലേ? അയാളെ രക്ഷിക്കാൻ യേശു കയറ് മുറിച്ചു കളഞ്ഞതാണ്. യേശുവിന്റെ തഴമ്പുള്ള ആ കൈകൾ കൊണ്ട് തൊട്ടു, വിടുവിക്കപ്പെട്ടത് മനസ്സിലായി. അയാളപ്പോൾ പുറത്തേക്ക് ഓടി വന്നു. ഞാൻ യേശുവിനെ കണ്ടു, യേശു എന്നെ തൊട്ടു, എന്റെ പാപങ്ങളെ ക്ഷമിച്ചു, എന്നെ സൗഖ്യമാക്കി എന്ന് പറഞ്ഞു. അത്ഭുതകരമായ മാറ്റം. അയാൾ യേശുവിന് ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകനായി മാറി. അയാൾ മുഖാന്തിരം അനേകായിരം ജനങ്ങൾ രക്ഷിക്കപ്പെട്ട് സൗഖ്യമായി വിടുവിക്കപ്പെട്ടു. കണ്ടോ, യേശു നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് രോഗങ്ങളെ സൗഖ്യമാക്കുന്നവനാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏതോ ഒരു പാപം നിങ്ങളുടെ മനസ്സാക്ഷി കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ടല്ലേ? എന്റെ പാപം ക്ഷമിക്കപ്പെടുമോ? പാപമോചനം ഉണ്ടാകുമോ? പാപത്തിന്റെ ഭാരം മാറി സമാധാനമുണ്ടാകുമോ എന്ന് യേശു നിങ്ങളുടെ പാപത്തെ കുരിശിൽ ചുമന്നു. രോഗം സൗഖ്യമാക്കാനാകുമോ? യേശുവിന്റെ തഴമ്പുകളാൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കും. രോഗങ്ങളെ കുരിശിൽ ചുമന്നു. എന്റെ ശാപവും ദോഷവും മാറുമോ? യേശു നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ ശാപമായി. വിശ്വാസത്തോടെ പറയൂ, യേശുവേ, എന്റെ പാപങ്ങളെ ക്ഷമിച്ച് എന്റെ രോഗം സൗഖ്യമാക്കുമെന്ന് പറഞ്ഞില്ലേ? എന്നിൽ പ്രവർത്തിക്കണമേ. ഹൃദയത്തിൽ കൈവയ്ക്കൂ,
മകളെ കൈവയ്ക്കൂ, മകനെ കൈവയ്ക്കൂ. പറയൂ, യേശുവേ, എന്റെ പാപങ്ങൾ ക്ഷമിച്ച് എന്റെ രോഗങ്ങളെ സൗഖ്യമാക്കണമേ. എന്റെ പാപങ്ങൾ ക്ഷമിച്ച് എന്റെ രോഗങ്ങളെ സൗഖ്യമാക്കണേ. എന്റെ പാപശാപങ്ങൾ മാറ്റി എന്റെ രോഗങ്ങൾ സൗഖ്യമാക്കണേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ